ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒക്ടോബർ മാസത്തെ പ്ലാനറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 4.5 വർഷമായി നമ്മൾ പ്ലാനർ തയ്യാറാക്കുന്നു. ആദ്യമൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ പഴയ പോലെ ആരും അത്ര അങ്ങോട്ട് പ്ലാനർ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ടെന്നല്ലാതെ എല്ലാവരും ഒന്നും അങ്ങനെ അതിനോട് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ പ്ലാനർ വീഡിയോ വേണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ ഏകദേശം എല്ലാ മാസവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനിൽ ഓരോ മാസം പ്ലാനർ വരയ്ക്കാൻ ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇയർ കഴിഞ്ഞ നെക്സ്റ്റ് ഇയർ തൊട്ട് പ്ലാനറിൻ്റെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻസിൽ പറയാം. അപ്പോൾ നമുക്ക് തുടർന്ന് ഇതുപോലെ ചെയ്യാം. ഇല്ല നിങ്ങൾക്കിത് മനസ്സിലായി പിന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് സെയിം ഇതുപോലത്തെ ചെയ്യേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ പറഞ്ഞാൽ നന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ എഫേർട്ട് എടുത്തിട്ടാണ് ഒരു പ്ലാനർ ആയാലും തയ്യാറാക്കുമ്പോൾ ചെയ്യുന്നത്, വീഡിയോ ആയാലും ഒക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് അത് എല്ലാവർക്കും ഇപ്പോൾ അതത്ര യൂസ് ഇല്ലെങ്കിൽ പിന്നെ നമ്മളത് ചെയ്യണതിൽ അർത്ഥമില്ല. പിന്നെ എന്തായാലും ഒരു 4-5 വർഷമൊക്കെ ആകുമ്പോൾ ഏതൊരു കണ്ടൻറ്റും ഒക്കെ നമുക്ക് ഏകദേശം പിടികിട്ടിയാൽ പിന്നെ വീണ്ടും വീണ്ടും അത് കാണാൻ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കണേ കേട്ടോ. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് തുടർന്നും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് ടുലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള തീമാണ്, പൂക്കളുടെ തീമാണ്. അപ്പോൾ പൂക്കൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പൂ വരയ്ക്കാം. നമ്മൾ ടുലിപ്പാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ തീം പേജിൽ നമ്മൾ ഒക്ടോബർ എന്ന് എഴുതി ടുലിപ്പിൻ്റെ ഒരു ഫ്ലവർ വരച്ചു. അതിന് തൊട്ടടുത്തായിട്ട് കലണ്ടർ വരച്ചു കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു കലണ്ടർ ജസ്റ്റ് പേരിന്. പിന്നെ തൊട്ടപ്പുറത്തെ പേജിൽ ടുലിപ്പിനെ കുറിച്ചിട്ടുള്ളൊരു കോട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഏത് ഫ്ലവറാണ് നമ്മൾ വരയ്ക്കണേ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാചകമൊക്കെ എഴുതി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ചുറ്റും കുറച്ച് പിക്ചേഴ്സ്, നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പൂക്കളുടെ പിക്ചേഴ്സൊക്കെ വരച്ച് കളർ ചെയ്യുക. അപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഇത് ജേർണലിങ്ങിന് വേണ്ടിയിട്ടുള്ള പുസ്തകമാണ്. ഗ്രിഡ് നോട്ട് ബുക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഡോട്ടഡ് നോട്ട് ബുക്ക് എന്നൊക്കെ പറയാം. ഇതിൻ്റെ സൈസ് വരുന്നത് A5 എന്ന് പറഞ്ഞ സൈസാണ്. സാധാരണ നോട്ട് പുസ്തകത്തെക്കാട്ടും കുറച്ച് ചെറുതാണ്. പിന്നെ ഇതിൽ കുറേ ചെറിയ ചെറിയ ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് വരയ്ക്കാൻ കുറച്ചുകൂടി ഈസിയാണ്, കാരണം കണക്ട് ചെയ്തൊക്കെ വരയ്ക്കാനായിട്ട് പറ്റും. പിന്നെ കളറിങ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രയോൺസ് വെച്ചിട്ട്, കാരണം സ്കെച്ച് വെച്ച് ചെയ്യുമ്പോൾ അപ്പുറത്തായിട്ട് സ്പ്രെഡ് ആവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ക്രയോൺസ് വെച്ച് ചെയ്യുന്നത്. പിന്നെ നമ്മളിതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് പെർമനൻറ്റ് CD മാർക്കർ ഉണ്ടല്ലോ, കനം കുറഞ്ഞിട്ടുള്ള CD മാർക്കർ. അതാകുമ്പോൾ നല്ല ഡാർക്ക് ബ്ലാക്കും കിട്ടും. പിന്നെ അങ്ങനെ വല്ലാതെ അങ്ങോട്ട് മഷി അപ്പുറത്തോട്ട് ഈ ഒരു പേജിൻ്റെ സ്പ്രെഡ് ആവാറില്ല, കാരണം ഇത് അത്യാവശ്യം ഇത്തിരി തിക്കുണ്ട് ഈ പേജിന്. സാധാരണ നോട്ട്ബുക്ക് ആണെങ്കിൽ അതിൻ്റെ പേജിൽ നിന്ന് ചിലപ്പോൾ ഈ ഒരു മഷി അപ്പുറത്തോട്ട് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിന് അങ്ങനെ ഇല്ല, നല്ല ഡാർക്ക് കളർ കിട്ടും. പിന്നെ പെൻസിലിൻ്റെ മുകളിൽ നമ്മൾ ഇപ്പോൾ ബോൾ പെന്നുകൊണ്ട് വരയ്ക്കുമ്പോൾ തെളിച്ചം കിട്ടില്ല. അപ്പോൾ ജെൽ പെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ CD മാർക്കർ ആകുമ്പോൾ പെട്ടെന്ന് വരയ്ക്കാനും പറ്റും. ഇല്ലെങ്കിൽ സ്കെച്ച് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് പേജ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ആദ്യത്തെ ആ ഒരു പേജിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ പൂ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഡിസൈൻ വെറുതെ കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഭംഗിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് പേജിൽ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ നമുക്കിങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പടം വരയ്ക്കണമെന്നൊന്നും ഇല്ല പ്ലാനർ ചെയ്യണതിന്. നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും വരച്ചിട്ടായാലും മതി. പക്ഷേ പടമൊക്കെ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാ മാസവും ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ജസ്റ്റ് കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, ഔട്ട്ലൈനിലൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പേജിൻ്റെ പേരാണ് കലണ്ടർ പേജ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒക്ടോബർ മാസത്തെ കലണ്ടർ ഫുള്ളായിട്ടും വലുതാക്കി, നമ്മൾ കലണ്ടറിലൊക്കെ കാണുന്ന പോലെ വലുതാക്കി വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ തീയതിയിലും അന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. ഇപ്പോൾ ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ, എക്സാംസ് ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കലണ്ടറിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, കാരണം ഇതിൽ വരച്ച ബോക്സുകളുടെ എണ്ണത്തിൽ കുറച്ച് തെറ്റ് പറ്റി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുപോലെ തന്നെ നോക്കി വരയ്ക്കേണ്ട, കലണ്ടർ നോക്കി കറക്റ്റായിട്ടൊന്ന് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ മോളാണ് ഇതിന് ഔട്ട്ലൈൻ വരച്ചത്, അവൾ അത് എണ്ണ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് പറ്റിയൊരു മിസ്റ്റേക്കാണ്, ഞാനും ശ്രദ്ധിച്ചില്ല. വരച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്തത് അതിൽ ബോക്സിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ 31-ാം തീയതി വരെ എഴുതാനുള്ള ബോക്സ് വേണം, പക്ഷേ അതിലാകെ 25-ാം തീയതി വരെ എഴുതാനുള്ള ബോക്സസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഒക്ടോബർ എന്ന് എഴുതി അതിൻ്റെ ചുറ്റും പിക്ചേഴ്സൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് തീം എടുത്താലും അതിൻ്റെ പിക്ചേഴ്സ് വരയ്ക്കുമ്പോഴാണ് ആ പേജിന് കുറച്ച് അട്രാക്ഷൻ കിട്ടുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്ലാനർ കുറേ പടം വരച്ച് വയ്ക്കുന്നതിൽ മാത്രമല്ല ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മളിത് വരച്ചുണ്ടാക്കണതിൽ ഒരു അർത്ഥമില്ല. അപ്പോൾ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇത് വരച്ചിട്ട് ബുദ്ധിമുട്ടണ്ട, നിങ്ങൾ ജസ്റ്റ് സിമ്പിളായിട്ടൊക്കെ ചെയ്ത് നോക്കുക. എല്ലാ മാസവും ചെയ്യാനൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പടമൊക്കെ വരച്ച് ഭംഗിയായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളതിനി ഫുള്ളായിട്ടും ഔട്ട്ലൈൻ എല്ലാം വരച്ചു കൊടുക്കുകയാണ്. ഔട്ട്ലൈൻ ആദ്യം ഈ പെൻ വെച്ച് വരച്ചിട്ട് പെൻസിലോണ്ട് വരച്ച് എല്ലാം മാച്ച് കളഞ്ഞാലാണ് കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ട് അവിടെ. അപ്പോൾ അത് ഫുള്ളായിട്ട് മാറ്റുക. ഇനി പെൻസിലോണ്ട് വരയ്ക്കണ നിർബന്ധമൊന്നുമില്ല, നമ്മൾ നന്നായി വരയ്ക്കാൻ അറിയുന്നതുകൊണ്ടാണെങ്കിൽ പേന വെച്ച് ഡയറക്റ്റ് അങ്ങോട്ട് വരച്ചാൽ മതി. നമ്മളത്ര എക്സ്പേർട്ടൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ പെൻസിൽ വെച്ച് വരച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ റബ്ബർ വെച്ച് എല്ലാതും വരച്ചത് മാച്ച് കളഞ്ഞു. ഇനി നമുക്കിതിൽ ഫുൾ കളറിങ് ചെയ്യാം. ക്രയോൺസ് ഉപയോഗിച്ച് നമുക്കൊരു കളർ കോമ്പിനേഷൻ ഇപ്പോൾ എടുക്കാം, ഒരു പിങ്ക്, റെഡ്, യെല്ലോ, ഓറഞ്ച്, അങ്ങനെ എന്തെങ്കിലും കളർ കോമ്പിനേഷൻസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിൻ്റെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ടുലിപ്പ് എന്ന് പറഞ്ഞ ഫ്ലവർ എടുത്തുകൊണ്ട് അത് പല കളേഴ്സിലുള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം.
കളറിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തപ്പോഴാണ് ഞാൻ പറഞ്ഞ തെറ്റ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബാക്കിയുള്ള ബോക്സസ് അടുത്തൊരു പേജിൽ കുറച്ച് സ്ഥലം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ സ്ഥലം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് വരച്ചു. അങ്ങനെ മിസ്റ്റേക്ക് പറ്റാതെ നോക്കാം, അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എല്ലാ ഡേറ്റും ഒന്നിച്ച് കാണണ്ടേ. അടുത്ത പേജിൻ്റെ പേരാണ് മൂഡ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ്. അപ്പോൾ ഈ പേജ് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആ പെന്നുണ്ടല്ലോ അതിൻ്റെ മഷി കഴിഞ്ഞു പോയി. ബ്ലാക്ക് കളർ ആ ഒരു മാർക്കറാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്, അതുകൊണ്ട് ഞാൻ ബ്ലൂ ഉപയോഗിക്കുന്നത്. ഈ പ്രാവശ്യത്തെ പ്ലാനർ മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് കേട്ടോ. ഡേറ്റും തെറ്റിപ്പോയി, പേനയുടെ മഷിയും കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലൂ ജെൽ പെൻ വെച്ചിട്ടാണ് ഇനി എഴുതുന്നത്. അപ്പോൾ എനിക്ക് വിഷമമായി, കാരണം ബ്ലാക്ക് വെച്ച് വരയ്ക്കുമ്പോൾ ഭംഗി, പക്ഷേ എന്താ ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഉപയോഗിച്ചിട്ട് ഫുള്ളും മൂഡ് ട്രാക്കർ എന്ന് എഴുതി ഒരു 31 ട്യൂലിപ്പ് ഫ്ലവേഴ്സ് വരച്ചൊരുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ദിവസത്തെയും ഡേറ്റുകൾ ഇതിൽ എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും നമ്മളിപ്പോൾ ഹാപ്പി, സാഡ്, ആംഗ്രി അങ്ങനെ പല ഇമോഷൻസ് ആയിരിക്കുമല്ലോ നമുക്കൊരു ദിവസത്തിൽ കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഇമോഷൻസിനും നമ്മൾ ഓരോ കളേഴ്സ് തീരുമാനിച്ചിട്ട് വെക്കും. സപ്പോസ് എക്സാമ്പിൾ പറഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണെങ്കിൽ പിങ്ക് കളറാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ 1-ാം തീയതി നമ്മൾ നല്ല ഹാപ്പി ആണെങ്കിൽ പിങ്ക് കളർ ചെയ്ത് കൊടുക്കുക. ഇനി 1-ാം തീയതി നമുക്ക് ഭയങ്കര ദേഷ്യം പിടിച്ചൊരു ദിവസമായിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കളർ കോഡ് കൊടുക്കാം, റെഡ് കളർ തീരുമാനിക്കാം. അപ്പോൾ റെഡ് കളറിലായിരിക്കും പൂവുണ്ടാവുക. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ഇതുപോലെ കളർ കോഡ് അനുസരിച്ച് കളർ ചെയ്ത് കൊടുക്കുക. ആ ഒരു മാസത്തിൻ്റെ ലാസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ ആ ഒരു മാസത്തിലെ നമ്മുടെ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഭംഗിയുള്ളൊരു പേജ് അത്രയേ ഉള്ളൂ. അപ്പോൾ അതേ ഞാൻ ഓരോ കളർ കോഡൊക്കെ ഓരോ ഇമോഷൻസിനും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു പേജ് കളർ ചെയ്തും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത പേജിൻ്റെ പേരാണ് ഹാബിറ്റ് ട്രാക്കർ. അപ്പോൾ ഈ ഒരു പേജിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പേജാണ്. അപ്പോൾ അതായത് ഉറക്കം, ഹെയർ കെയർ, സ്കിൻ കെയർ, അല്ലെങ്കിൽ നമ്മൾ നന്നായി വെള്ളം കുടിക്കുന്നുണ്ടോ, അങ്ങനെ ഇഷ്ടമുള്ള ഏതെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതട്ടെ. അത് കഴിഞ്ഞ് 31 ചെറിയ ചെറിയ ബോക്സ് വരച്ചിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മൾ ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ 1-ാം തീയതി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 1-ാമത്തെ ബോക്സിൽ ടിക്കിടുക. അങ്ങനെ ചെയ്യുന്ന ദിവസങ്ങൾക്ക് ടിക്കിടുക, ചെയ്യാത്ത ദിവസം ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഹാബിറ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പേജ്. ഇനി അടുത്ത പേജ്, ലാസ്റ്റ് പേജ് ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞത്. ഇതിൽ പ്രത്യേകിച്ച് വേറെ കുറേ ഡിസൈനൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഒരു പേജിൽ നമ്മൾ 6 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 8 ഡിവൈഡ് ചെയ്യാം. ഓരോ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതണം. അതായത് സ്കൂളിലൊക്കെ നമുക്ക് ഡയറി ഉണ്ടായിരിക്കില്ലേ, അതേപോലെ തന്നെ അന്നാന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ വീട്ടമ്മയാണെങ്കിൽ ആ കാര്യങ്ങൾ, വർക്കിംഗ് മോം ആണെങ്കിൽ, സ്റ്റുഡൻസ് ആണെങ്കിൽ അന്നാന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കാനുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ നമ്മൾ 6 ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ അത്രയും വലുപ്പത്തിൽ എഴുതാണെങ്കിൽ അത്രയും എഴുതാം. പിന്നെ ദിവസവും തീയതിയും എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് എഴുതി പോകണം, ഇല്ലെങ്കിൽ ആ പേജ് വേസ്റ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഡേറ്റും അതുപോലെ തീയതിയൊക്കെ എഴുതണമെങ്കിൽ എഴുതിയാൽ മതി, കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ പ്ലാനർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പ്ലാനർ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് വരച്ച് നോക്കിയാൽ എന്നോട് പറയണം. അതോടൊപ്പം തന്നെ പ്ലാനർ വീഡിയോ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളതും കൂടി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.